എന്താണോ പോലെ? പ്രേതങ്ങൾ ഇപ്പൊ സമയവും മാറ്റൂ. പ്രേതോ? ഉച്ചക്ക് 12 മണിയല്ലേ ആയിട്ടുള്ളൂ. ദേ നോക്കിയേ. നമ്മുടെ കുമാരന്റെ മണം പോലെ. എന്താ ഗോപാല ഇങ്ങനെ നോക്കുന്നത്? ഒന്നുമില്ല. എന്തു പറ്റി നിങ്ങൾക്കൊക്കെ? അല്ല, പറ്റിയത് ഞങ്ങൾക്കല്ലോ, കുമാരനല്ലേ. സത്യം പറഞ്ഞ പ്രേതം പ്രേതോന്ന് കേട്ടിട്ടുണ്ടെന്നല്ലാതെ ഒരു പ്രേതത്തെ ജീവനോടുകൂടി കാണുന്നത് ആദ്യമായിട്ടാ. പ്രേതോ? അതെ, പ്രേതം. ആ ബോർഡൊന്ന് നോക്കി. കുമാരൻ സ്മാരക ബസ് വെയിറ്റിംഗ് ഷെഡ്. എന്താ ഗോപാല ഇതൊക്കെ? സാധാരണ ഒരാൾ മരിച്ചെന്നതിനുള്ള തെളിവ് ഇങ്ങനെ ചിലതൊക്കെയാ ഞങ്ങൾ ജീവിച്ചിരിക്കുന്നവർക്ക്. അതിനെനിക്കൊന്നും സംഭവിച്ചിട്ടില്ല. ഇല്ല ഇല്ല. സത്യം സത്യം. കുമാരൻ വന്നേ, പരേതനായ കുമാരൻ ജീവനോടെ തിരിച്ചു വന്നേ. നമ്മളെന്ന് കളഞ്ഞുപോയ നമ്മളെ മുത്ത് ദേ വന്ന് നിൽക്കുന്നു. അതെ, കുമാരൻ മുത്ത്. അച്ചാരനായിട്ടല്ല, ജീവനോടെ. എന്താ ഇത്? എന്റെ കണ്ണീരിനൊരു ആശ്വാസം കിട്ടാൻ ഭഗവതി ഒരു സ്വപ്നം കാണിച്ചു തന്നതാണോ? അല്ല, സത്യ. എല്ലാം തന്റെ പ്രാർത്ഥന കൊണ്ടാ നേരെയായത്. ചിതയിലേക്കെടുക്കാൻ സ്വയം തീരുമാനിച്ചെടുത്ത് ചാടിയതാ. താലി കെട്ടിയ പെണ്ണ് മനസ്സുരുകി പ്രാർത്ഥിച്ചപ്പോ ആ കണ്ണീരുകൊണ്ട് ചിത കെട്ടടങ്ങി. എനിക്ക് വേണ്ടി മനസ്സുകൊണ്ട് സതി അനുഷ്ഠിച്ചതിന്റെ ഫലം. ഓ, സമാധാനമായി. ഇതൊക്കെ കാണാനുള്ള ഒരു യോഗം എനിക്കുണ്ടായി. ഇത്രത്തോളം എത്തിയ സ്ഥിതിക്ക് ഇനി അവരായി, അവരെ ഫാമിലിയായി കഷ്ടപ്പാടായി. അത് പിന്നെ പറയാനുണ്ടോ? എന്നാ പിന്നെ കുമാരന്റെ ദാമ്പത്യത്തിനൊരു എനർജി കിട്ടാൻ വേണ്ടി നമുക്കൊക്കെ ഒരു 2 എണ്ണം അടിച്ചങ്ങ് പിരിഞ്ഞാലോ? അതെ, ഒരു കാര്യം ചെയ്യേ, നിങ്ങൾ ചെല്ലേ. ഇവര് കുറെ കാലം കൂടി ഒന്നിച്ചതല്ലേ, അപ്പൊ അവരുടെ വീട്ടിലെ ആഘോഷം കൂടെ കണ്ടിട്ട് ഞാൻ വരാം. അത് മാത്രം മനസ്സിൽ കണ്ടാ മതി. ഇങ്ങോട്ട് വാ. ഇങ്ങനെ ഒരു രാത്രി നമ്മൾ വീണ്ടും ഒരുമിച്ച് ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. ഇനി അതൊക്കെ ഓർത്ത് കരയാൻ എനിക്ക് വയ്യ. എനിക്കറിയാം, താൻ ഒരുപാട് കണ്ണീരൊഴുക്കി എന്നെ ഓർത്ത്. പക്ഷെ മറ്റുള്ളവരെല്ലാം എന്റെ മരണം ഒരു ആഘോഷമാക്കുകയായിരുന്നു. എല്ലാവരും അല്ല, പക്ഷെ എനിക്ക് വിശ്വസിക്കാൻ പറ്റാത്തത് ആ കണ്ണീരാ. നമുക്കാരും അല്ലാത്ത ഒരാള് കുമാരേട്ടന് വേണ്ടി പൊട്ടിക്കരയുന്നത് ഞാൻ കണ്ടു. അതും കുമാരേട്ടന്റെ മനസ്സിന്റെ ഒരു നന്മയായിരിക്കും. എന്തിനും ഏതിനും അയാൾ തന്നെയായിരുന്നു, ഒരു കൂടപ്പിറപ്പിനെ പോലെ. ആരാണ് അയാൾ? ഒരു സദാശിവൻ. കൂടപ്പിറപ്പിന്റെ രൂപത്തിൽ ഈശ്വരൻ ഇവിടെ എത്തിച്ചെന്ന് താൻ കരുതുന്ന സദാശിവൻ ചെകുത്താന്റെ മനുഷ്യരൂപമാണ്. ഏത് നശിച്ച മുഹൂർത്തത്തിലാണ് വർഷങ്ങൾക്ക് ശേഷം ഞാൻ അവനെ വീണ്ടും കണ്ടുമുട്ടിയത്. KP കുമാരൻ നായരല്ലേ? സദാശിവൻ, നീ എന്താ ഇവിടെ? ഇപ്പൊ ഇതെന്റെ ഗ്രാമമല്ലേ, പഞ്ചാരക്കര. അപ്പോ ഈ താമരശ്ശേരി എന്നൊക്കെ ഇനി വിട്ടോ? കോളേജ് പഠിക്കുമ്പോ നീ അവിടെ അല്ലായിരുന്നു? അവിടെ ആയിരുന്നു. ഒരു ചെറിയ പ്രേമം, വിവാഹം, അങ്ങനെ ഇവിടെ ആയി. 1 മിനിറ്റ്. ഇല്ലില്ല, തിരിക്കുന്നതേ ഉള്ളൂ. സ്ഥലം കണ്ടു, കൊള്ളാം. പക്ഷേ ഈ 6 കോടിക്ക് 7 കോടിക്കും ഒന്നുമില്ല. 5 കോടിക്കാണെങ്കിൽ ഡീൽ ഫിക്സ് ചെയ്യാം. നല്ല ബിസിനസ് ആയിരിക്കും. പിന്നെ ഫിഷർ ഗ്രൂപ്പിനുള്ള 1 കോടി രൂപയുടെ DD ഇന്നലെ എടുത്തു വെച്ചിട്ടുണ്ട്. അതൊന്ന് അയക്കണം. വേറൊന്നുമില്ല. ഓക്കെ. നീ വലിയ ബിസിനസ്സുകാരനായി അല്ലേ?
പഠിക്കുന്ന കാലത്ത് ഒരു നേരത്തെ ആഹാരത്തിന് വഴിയില്ലായിരുന്നു. നിനക്ക് ഓർമ്മയില്ലേ? നീയായിരുന്നല്ലോ എന്റെ സ്പോൺസർ. അതൊക്കെ അവിടെ നിൽക്കട്ടെ. എനിക്കറിയേണ്ടത് നിന്റെ ഇപ്പോഴത്തെ കാര്യങ്ങളാ. കഥ സംഭവ ബഹുലമാണ്. കുറച്ച് എന്റെ കഴിവും ബാക്കി മുഴുവൻ ഭാഗ്യവും. ഇപ്പോ കൊച്ചിയിലെ ഏറ്റവും വലിയ റിയൽ എസ്റ്റേറ്റ് ഗ്രൂപ്പിന്റെയും ഇൻവെസ്റ്റ്മെന്റ് കമ്പനിയുടെയും ഡയറക്ടറാണ് ഞാൻ. ആട്ടെ, എന്താ നിന്റെ പരിപാടി? ഒരു പരിപാടി ഇല്ലെന്ന് പറയുന്നതാവും ശരി. വേണമെങ്കിൽ പറയാം, അവിടുന്ന് കുറെ എടുത്ത് ഇവിടെ കൊടുക്കുക, ഇവിടുന്ന് കുറെ വാങ്ങി അവിടെ കൊടുക്കുക. ആകെ പ്രശ്നത്തിലാ സദാശിവ. പല ജോലികളും ചെയ്തു നോക്കി, ഒന്നും അങ്ങോട്ട് ശരിയായില്ല. ഇപ്പോഴത്തെ എന്റെ സമ്പാദ്യം എന്ന് പറയുന്നത് കുറെയേറെ കടങ്ങളാ. കോളേജിലെ എന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരനെ ഈ അവസ്ഥയിൽ കാണേണ്ടി വരുമെന്ന് ഒരിക്കലും കരുതിയിരുന്നില്ലടാ. ഒരു കാര്യം ചെയ്യ്, നീ കൊച്ചിയിലേക്ക് വാ. നിന്നെപ്പോലെ കഴിവുള്ളവർക്ക് അവിടെ ഒരുപാട് അവസരങ്ങളുണ്ട്. നീ ഇവിടെ കിടന്ന് നരയിക്കേണ്ടവനല്ല. കാലം മാറിയില്ലേ? എന്റെ കാര്യം തന്നെ നോക്ക്. എത്രയോ അലഞ്ഞതാ, ഇപ്പോഴാ ഒന്ന് കരപറ്റിയത്. ഇപ്പൊ ഞാൻ ഓക്കെയാടാ. നീ പറഞ്ഞു വരുന്നത്? അതെ, എങ്ങനെയെങ്കിലും നീ കുറച്ച് കാശ് സംഘടിപ്പിക്ക്. ബാക്കി വഴിയൊക്കെ ഞാൻ പറഞ്ഞുതരാം. വേണമെങ്കിൽ എന്റെ കൂടെ കുടിക്കൂ. നല്ല ലാഭമുള്ള ഒരു ബിസിനസ് ഞങ്ങൾ ഇപ്പൊ തുടങ്ങുന്നുണ്ട്. കമ്പനിയിലെ എന്റെ ഇൻഫ്ലുവൻസ് വെച്ച് നിന്നെയും കൂടെ ഞാൻ അതിൽ ചേർക്കാം. കുറച്ച് മുടക്കിയാ മതി. കുറച്ചെന്ന് പറഞ്ഞ എത്ര രൂപ വേണ്ടി വരും? എത്രയും എന്ന് വെച്ചാ ഏറ്റവും കുറഞ്ഞത് ഒരു 10 ലക്ഷം രൂപയെങ്കിലും. എങ്ങനെ പോയാലും ഒരു മാസം 2 ലക്ഷം രൂപ കൈവരും. 5 മാസം കൊണ്ട് മുടക്കുമുതൽ തിരിച്ചു കിട്ടും. പിന്നെ മുഴുവൻ ലാഭമല്ലേ? നോക്കട്ടെ, ഞാൻ ശ്രമിക്കാം. ഇതാ, ഇതെന്റെ കാർഡാ. വിളിക്ക്. അപ്പൊ ശരി. കേളി ഇൻവെസ്റ്റ്മെന്റ്സ്. സദാശിവന്റെ മോഹന വാഗ്ദാനത്തിൽ കുടുങ്ങി നമ്മുടെ വീടും പറമ്പും പണയം വെച്ച് ഞാൻ നാണക്കുട്ടന്റെ കയ്യിൽ നിന്നും 10 ലക്ഷം രൂപ കടം വാങ്ങി. എണ്ണി നോക്കൂ. എനിക്ക് നാണക്കുട്ടനെ വിശ്വാസ. പണം അറിഞ്ഞ് പണം ഉണ്ടാക്കുന്നവരെ എനിക്ക് വലിയ ഇഷ്ടമാണ്. പറഞ്ഞു കേട്ടപ്പോ താനിപ്പോ ചെയ്യാൻ പോകുന്ന ഏർപ്പാട് തരക്കേടില്ലെന്ന് തോന്നി. അതുകൊണ്ട് കൂടിയ പഴയ കുടിശ്ശിക ബാക്കി നിന്നിട്ടും ഞാൻ ഈ പണം തനിക്ക് തരുന്നത്. പിന്നെ വാങ്ങിക്കുമ്പോ കാണിക്കുന്ന ആവേശം തിരിച്ചരുന്ന കാര്യത്തിലും വേണം. താൻ പറഞ്ഞ ഡേറ്റ് ഞാൻ സമ്മതിച്ചു. അതിനപ്പുറത്തേക്ക് പോവില്ല, ഉറപ്പാ. അതാ വേണ്ടത്. അങ്ങനെ ആവുമ്പോ പിന്നെയും തന്നെ സഹായിക്കാൻ തോന്നും. എത്ര വേണമെങ്കിലും. ഞാൻ ഇറങ്ങട്ടെ. ശരി. പൈസയുമായി കൊച്ചിയിലെത്താൻ സദാശിവൻ പറഞ്ഞതനുസരിച്ച് അന്ന് രാത്രി നാട്ടിൽ നിന്ന് മാറി നിൽക്കാൻ അല്പം പോലും സന്തോഷം ഉണ്ടായിട്ടല്ല. ഒരു ഭാഗ്യാന്വേഷണ. ഒന്നും നേടാനല്ല, നേടിയതൊന്നും നഷ്ടപ്പെടാതിരിക്കാൻ. എന്നാലും എതിർത്തൊന്നും പറയരുത്. വേറെ വഴിയില്ലാഞ്ഞിട്ടാ. അറിഞ്ഞുകൊണ്ട് ആർക്കും ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല. കഴിയുന്ന സഹായങ്ങളൊക്കെ എല്ലാവർക്കും ചെയ്തു കൊടുത്തിട്ടുണ്ട്. അതിന്റെ പുണ്യാവും ഇപ്പൊ കൂട്ടുകാരൻ സഹായിക്കാൻ മുന്നോട്ട് വന്നത്. പ്രാർത്ഥിക്കണം, എല്ലാം നേരെയാവും. കെട്ടും മട്ടും കണ്ട് കേളി ഇൻവെസ്റ്റ്മെന്റ്സ് ഒരു വലിയ ധനകാര്യ സ്ഥാപനമാണെന്ന് ഞാനും ധരിച്ചു. ബാംഗ്ലൂരിലെ നമ്മുടെ ബ്രാഞ്ച് എന്ന് ഓപ്പൺ ചെയ്യും? ഇമ്മീഡിയറ്റ്ലി. വലിയ സ്വീകരണമാണ് അന്ന് എനിക്ക് അവിടെ ലഭിച്ചത്. സാർ, ഇതാണ് ഞാൻ പറഞ്ഞ കുമാരൻ. നമസ്കാരം. നമസ്കാരം. പ്ലീസ് കം. കാര്യങ്ങളൊക്കെ സദാശിവം പറഞ്ഞു കാണുമല്ലോ. എന്നാലും പറയാം, നിങ്ങൾ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്ന കാശ് ഞങ്ങൾ റീഇൻവെസ്റ്റ് ചെയ്യും. അതും ഇന്ത്യയിലെ തന്നെ പ്രമുഖ ബ്ലൂ ചിപ്പ് കമ്പനികളിലാണ് ഞങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഈ കമ്പനികളൊക്കെയും ഞങ്ങൾക്ക് 200 മുതൽ 300% അധിക മൂല്യം തിരിച്ചു തന്നിട്ടുള്ള കമ്പനികളാണ്, അല്ലേ സദാശിവ? ഡെഫിനറ്റ്ലി സർ. എല്ലാം വിശദമായി ഞാൻ കുമാരനോട് പറഞ്ഞിട്ടുണ്ട്. ഗുഡ്. നല്ലൊരു തുക പ്രോഫിറ്റായി മിസ്റ്റർ കുമാരന് കിട്ടുമെന്നർത്ഥം. എല്ലാം സദാശിവം പറഞ്ഞിട്ടുണ്ട്. ഇനി വേറെന്തെങ്കിലും അറിയേണ്ടതായിട്ടുണ്ടോ? ഇല്ല സർ. അപ്പൊ കുമാര, സർ 10 ലക്ഷം രൂപയുണ്ട്. ഇതിനോടൊപ്പം സാറ് വേറൊരു കാര്യം കൂടെ പറഞ്ഞിരുന്നു. ഇദ്ദേഹത്തിന്റെ ജോലിക്കാരുമല്ലേ? അതെ അതെ. ഇതിന്റെ കൂടെ അതും ഒരു വരുമാനമാവും. അങ്ങനെയൊക്കെ കരകയറാൻ പറ്റൂ. ഒക്കെ ശരിയാവും. ഒരാഴ്ചത്തെ ട്രെയിനിങ് ഉണ്ടാവും. എന്നിട്ട് ജോയിൻ ചെയ്തോളൂ. ബാക്കിയെല്ലാം സദാശിവനോട് പറയാം. അക്കൗണ്ട്സിൽ നിന്ന് റെസിപ്റ്റ് വാങ്ങിച്ചോളൂ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സർ.
ട്രെയിനിങ് കഴിഞ്ഞ് ഹെഡ് ഓഫീസിൽ റിപ്പോർട്ട് ചെയ്യാനെത്തിയപ്പോൾ ഞാൻ കണ്ടത് നോക്കൂ, എന്താ പ്രശ്നം? അമാരെല്ലാം കൂടി നാട്ടുകാരെ കാശും മേടിച്ച് മുങ്ങിയിരിക്കാം. അമാർ എവിടെ പോയി ഒളിച്ചാലും ഞങ്ങൾ പൊക്കിയിരിക്കും. എന്റെ 10 ലക്ഷം രൂപയാ ഇവന്മാര് മുക്കിയത്. ഇവൻ അറിയാം, ഞാൻ പറഞ്ഞ വിടത്തില്ല. നോക്കൂ സദാശിവന്റെ ഫോണിലേക്ക് ഞാൻ ഒരുപാട് തവണ വിളിച്ചു, കിട്ടിയില്ല. അവനെക്കുറിച്ചുള്ള എന്റെ ധാരണകൾ തെറ്റുകയായിരുന്നു. വെറും കൈയോടെ നാട്ടിലേക്ക് മടങ്ങി ചെല്ലുന്ന കാര്യത്തെക്കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ലായിരുന്നു. ശൂന്യമായ മനസ്സോടെ ലക്ഷ്യമില്ലാതെ ഒരുപാട് അലഞ്ഞു. ആ യാത്ര അവസാനിച്ചത് മറ്റൊരു നഗരത്തിലെ ലോഡ്ജ് മുറിയിലാണ്. അപ്പോഴും മനസ്സ് നിറയെ നാണക്കുട്ടന്റെ ഭീഷണി കലർന്ന വാക്കുകളായിരുന്നു. കുമാരാ, പറഞ്ഞില്ലെന്ന് വേണ്ട. എന്നോട് വാങ്ങിച്ച കാശും അതിന്റെ പലിശയും കൂട്ടുപലിശയും ചേർത്ത് തിരിച്ചു തന്നില്ലെങ്കിൽ നിനക്കായിരിക്കും ദണ്ഡം. നിന്റെ ഈ വീടിന്റെയും പുരയിടത്തിന്റെ പ്രമാണം എന്റെ കയ്യിലാ. തന്നോട് എന്നെങ്കിലും ഒരിക്കൽ ഒരു വിജയകഥ പറയാൻ കഴിയണേ എന്ന പ്രാർത്ഥന എനിക്കുണ്ടായിരുന്നു. പക്ഷേ ഈശ്വരൻ എന്റെ പ്രാർത്ഥന കേട്ടില്ല. ജീവിതത്തിൽ നിന്നും ഒളിച്ചോടിയാണ് പരാജയത്തെ നേരിടാൻ ഞാൻ ശ്രമിച്ചത്. എന്റെ രക്ഷപ്പെടൽ കൊണ്ട് തനിക്കുണ്ടാകുന്ന വേദനയെക്കുറിച്ച് ആ നിമിഷത്തിൽ ഞാൻ ആലോചിച്ചില്ല. ഇതിനെല്ലാം കാരണക്കാരനായ ആ പഴയ ചങ്ങാതിക്ക് കൂടി 2 വരി എഴുതണമെന്ന് എനിക്ക് തോന്നി. തനിക്കും സദാശിവനുമുള്ള കത്തുകൾ പോസ്റ്റ് ചെയ്ത ശേഷം ലോഡ്ജ് മുറിയിൽ തിരിച്ചെത്തി ഫാനിൽ കുരുക്കിടാൻ തുടങ്ങുമ്പോൾ ഈശ്വരനാണ് ആ വലിയ മനുഷ്യന്റെ സാന്ത്വന വാക്കുകളുടെ രൂപത്തിൽ അന്ന് അവിടെ വന്നത്. അതിനുശേഷം പകലും രാവുമെന്നില്ലാതെ ആ സാത്വികനോടൊത്തുള്ള യാത്ര, അദ്ദേഹത്തിന്റെ വാക്കുകളാണ് എന്നെ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവന്നത്. ഇനി എനിക്ക് എന്റെ ചങ്ങാതിയെ കാണണം. എല്ലാ കണക്കുകളും നേരിട്ട് തീർക്കണം.